8-10 നൂറ്റാണ്ടുകളിൽ കേരളത്തിലേക്ക് കുടിയേറിയ നമ്പൂതിരി ആര്യബ്രാഹ്മണൻ എന്ന് പറയുന്ന വിഭാഗം വരുന്നതിന് മുമ്പ് കേരളത്തിലേക്ക് അല്ലെങ്കിൽ പ്രാചീന തമിഴകത്തിലേക്ക് കുടിയേറി പാർത്ത ജനവിഭാഗങ്ങളാണ് ASI ജനറ്റിക്കൽ കോഡുള്ള പുലയ വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്ന മനുഷ്യന്മാരും മറ്റ് ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ടിരിക്കുന്ന ആളുകളുമൊക്കെ തന്നെ. ഇവർ പൊതുവെ പറയാറുള്ളത് തങ്ങൾ ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളാണ് എന്നും തങ്ങൾ ഈ മണ്ണിൻ്റെ മക്കളാണ് എന്നുമൊക്കെയുള്ള വാദങ്ങളാണ്. ഇതൊക്കെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു ജൽപ്പനങ്ങൾ മാത്രമേ ജനിതക ശാസ്ത്രത്തിനും ചരിത്രത്തിനും എടുക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇതിനു മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യരൊക്കെ തന്നെ AASI എന്ന ജനറ്റിക്കൽ കോഡുള്ള മനുഷ്യരാണ്. ആ മനുഷ്യരാണ് ഇന്ന് നമ്മൾ കാണപ്പെടുന്ന കുറിച്യർ, ചോലനായ്ക്കർ, കാട്ടുനായ്ക്കർ തുടങ്ങിയിരിക്കുന്ന ഗിരിവർഗ ജനതകൾ. എങ്കിലും വളരെ അടുത്ത കാലത്ത് ഈ പറഞ്ഞിരിക്കുന്ന സാധാരണ ജനങ്ങളുമായി, അതായത് ഈ സോക്കോൾഡ് ദ്രാവിഡിയൻസ് ജനങ്ങൾ എന്ന് പറയുന്ന പുലയാദി വർഗങ്ങളും മറ്റ് ANI ജനറ്റിക്കൽ കോഡുള്ള ആര്യാദി മറ്റ് സോ ആൻഡ് സോ ജനവിഭാഗങ്ങളുമൊക്കെ ആയിട്ട് ഇൻട്രാക്ഷൻസ് ഉണ്ടായിട്ട് ഈ കാണിക്കാരിലൊക്കെ തന്നെ ഈ പറഞ്ഞതുപോലെ ജനിതക വ്യതിയാനങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്നാലും ചോലനായ്ക്കർ, കാട്ടുനായ്ക്കർ എന്ന് പറയുന്ന വിഭാഗങ്ങളൊക്കെ തന്നെ അവരുടെ ആ ഒരു ജനറ്റിക്കൽ കോഡ് പ്രിസർവ് ചെയ്തിട്ട് ഡെൻസ് ഫോറസ്റ്റിലാണ് ഇപ്പോഴും താമസിക്കുന്നത്. ഇവർ കഴിച്ചിരുന്ന ഭക്ഷണങ്ങളൊക്കെ തന്നെ വേട്ടയാടിയ മൃഗങ്ങളെയും അതോടൊപ്പം തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളും ഒക്കെയാണ് കഴിച്ചിരുന്നത്. എന്നാൽ പുലയ വിഭാഗം, അതായത് പുലയാദി ദ്രവിഡിയൻ കുടിയേറി വന്ന വിഭാഗങ്ങളൊക്കെ കൃഷി ചെയ്ത് ഉപയോഗിച്ചിരുന്ന മനുഷ്യന്മാരാണ്. ഈ മനുഷ്യന്മാരെ പറ്റിയിട്ട് പ്രാചീന സംഘകാല സാഹിത്യത്തിലൊക്കെ പറയുന്നുണ്ട്. സംഘകാല സാഹിത്യമാണ് തമിഴകത്തിൻ്റെ യഥാർത്ഥ ചരിത്രമെന്ന് പല ആൾക്കാരും തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നതും വടക്കൻ ഇന്ത്യയിൽ നിന്നിട്ട് കുടിയേറി വന്ന ജനതയാണെന്നാണ് പറയുന്നത്. അത് നമ്മൾ ഈ കേരളത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ ഒരു പരശുരാമൻ്റെ കഥ പറയുന്നത് പോലെ 64 ബ്രാഹ്മണ ഗോത്രങ്ങളെ കൊണ്ടുവന്നത് പോലെ ഒരു 54 ഗോത്രങ്ങളുമായിട്ട് അഗസ്ത്യമുനി വടക്ക് നിന്നിട്ട് വരുന്നുണ്ട്. ആ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരാണ് ഈ പറഞ്ഞിരിക്കുന്ന പുലയാദി വർഗ്ഗങ്ങളും മറ്റ് ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ടിരിക്കുന്ന മനുഷ്യന്മാരും ഈ ദ്രാവിഡ ജനത എന്ന് പറയുന്ന ആൾക്കാരൊക്കെ തന്നെ. പരശുരാമൻ എപ്രകാരമാണോ ബ്രാഹ്മണരെ കൊണ്ടുവന്നത് അപ്രകാരം തന്നെയാണ് അഗസ്ത്യര് പുലയാദി മറ്റ് വർഗ്ഗങ്ങളെയൊക്കെ തന്നെ ഈ കേരളത്തിലേക്കും പ്രാചീന തമിഴകത്തിലേക്കും ഒക്കെ തന്നെ കൊണ്ടുവന്നത്. അപ്പോൾ ആര്യന്മാരോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള കുടിയേറ്റ വിഭാഗം തന്നെയാണ് ദ്രാവിഡർ.